ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ബദറിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഇന്ന് ബദർ ദിനം റമദാൻ 17 ആണ് കേട്ടോ. ഇന്ന് നേരെ പോകുന്നത് ഇപ്പോൾ ബീറുൽ ഷിഫ, ബീറുൽ റൗഹ, 2 കിണറുണ്ടല്ലോ പ്രധാനമായിട്ടുള്ള. അപ്പോൾ അത് ബീറുൽ റൗഹ കിണർ ഇപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നേരെ പോകുന്നത് ബീറുൽ ഷിഫയിലേക്കാണ് കേട്ടോ. ഈ 2 പ്രധാന കിണറുകളും ബദറിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ്. അപ്പോൾ ബീറുൽ റൗഹ എന്ന് പറഞ്ഞ കിണറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളുടെ ഉമിനീർ കൊണ്ട് സർഫാക്കപ്പെട്ട കിണറാണ് ബീറുൽ റൗഹ എന്ന് പറഞ്ഞ കിണർ. അവിടെ വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബീറുൽ ഷിഫ എന്ന് പറഞ്ഞ ആ കിണറിൻ്റെ അരികിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കിണറും പിന്നെ വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പള്ളിയും ഉണ്ട് കേട്ടോ. ഇപ്പം നോമ്പറക്കാനായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വല്ലാതെ ആളൊന്നുമില്ല. ഇത് കുറച്ച് ഉള്ളേരിയയിലാണ്, ഇങ്ങോട്ട് ലൊക്കേഷൻ ഇട്ട് വരണം. അപ്പം കിണറൊക്കെ അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഇടുങ്ങിയ കിണറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു ക്യാന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഈ കിണറ്റിൽ നിന്നാണ് സ്വാഭാക്കളൊക്കെ രോഗങ്ങളൊക്കെ വന്നാൽ വെള്ളം കുടിക്കാറ് കേട്ടോ. അപ്പോൾ രോഗങ്ങളൊക്കെ ഷിഫായി മാറും. അങ്ങനെയാണ് ഈ കിണറിന് ബീറുൽ ഷിഫ എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരുന്ന സമയത്ത് ഇവിടെ ഒരു പള്ളി കയറിയിട്ടുണ്ട് നോമ്പറക്കാനായതുകൊണ്ട്. അപ്പോൾ നോമ്പറക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ചെറിയൊരു പാർക്കും കൂടി ഉണ്ട്. അവിടുന്ന് കുറച്ച് നേരം കുട്ടികളൊക്കെ കളിപ്പിച്ച് ഇനി ഇവിടെ നേരെ പോകുന്നത് ബദറിലേക്കാണ്. പിന്നെ കുറച്ചും കൂടിയേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ബദറിൽ എത്തിയിട്ടുണ്ട്. ബദർ ഖബർസ്ഥാനത്തിൻ്റെ അടുത്താണുള്ളത്. ഇവിടുന്ന് സിയാർത്തൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് ബദർ യുദ്ധഭൂമിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ പള്ളി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയും. മസ്ജിദ് ഹരീഷ് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കുറച്ചാണ്ട് നടക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് ബദർ ദിനം ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ വരികയാണെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാണ് യുദ്ധഭൂമി. അവിടെ ഒരു കിണർ മൂടിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ രാത്രിയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഫുള്ള് നായ്ക്കളാണ്. അതുകൊണ്ട് ആരും ഇറങ്ങിപ്പോവില്ല കേട്ടോ. ഇറങ്ങിപ്പോയാൽ നമുക്ക് അവിടെ ഒരു കിണർ കാണാൻ കഴിയും. അബൂജാലിനെ കുഴിച്ച് മൂടിയ ഒരു കിണറുണ്ട് താഴത്ത്. അതിപ്പോൾ മൊത്തത്തിൽ കല്ലിട്ട് മൂടപ്പെട്ട നിലയിലാണ്. അപ്പോൾ അവിടെയാണ് മറ്റേ അംസാർ അള്ളാഹുവിൻ്റെ ഔളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പണി നടക്കുകയാണ്. താഴത്തേക്ക് പോയാൽ കാണാൻ കഴിയും ഹരീസ് പള്ളി. ഇപ്പോൾ തറാവീഹ് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബദർ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ നമ്മുടെ മദീനത്തേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ